പൗരോഹിത്യ സ്വീകരണത്തിനോടനുബന്ധിച്ച് ഞാൻ തിരഞ്ഞെടുത്ത വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 10-ാമത്തെ തിരുവചനമാണ്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങേക്കുള്ളതെല്ലാം എൻ്റേതും. യുവജന സിനഡിൽ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിൽ ഞാൻ സക്രാരിയുടെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് മനസ്സിലൊരാഗ്രഹമുണ്ടായി. 3 വർഷങ്ങൾക്ക് മുമ്പ് ചിറ്റൂർ പള്ളിയിൽ കൊച്ചച്ഛനായിരിക്കുമ്പോൾ ഉണ്ടായ ആക്സിഡൻറ്റിനെക്കുറിച്ച് പാപ്പയോട് ഒന്ന് പറയണം. കാരണം അത്ര സീരിയസ് ആയ ആക്സിഡൻ്റ് ആയിരുന്നതിനാൽ ഞാൻ ജീവിക്കുമോ മരിക്കുമോ എന്ന് പോലും ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റുമായിരുന്നില്ല. ഞാൻ കരുതി പാപ്പയോട് എളുപ്പത്തിൽ പറയാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർദ്ദിനാൾമാരും മെത്രാന്മാരും വൈദികരും ഉൾപ്പെടെ 450ഓളം പേരുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ എടുത്ത് അതിൽ ഞാൻ ജനിച്ച ദിവസവും അച്ഛനായ ദിവസവുമൊക്കെ എഴുതി. ഡിസംബർ 8-ാം തീയതി അമലോത്മാതാവിൻ്റെ ദിവസമാണ് ഞാൻ ജനിച്ചതും അച്ഛനായതും. ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം മാതാവിൻ്റെ ദിവസമാണ്. കൂടാതെ ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്ന വിഷയവും എഴുതി. അതിൽ ഡിസേൺമെൻറ്റ്, വിവേചന ശക്തിയെക്കുറിച്ചുള്ളൊരു വാക്യമുണ്ട്. പാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട വിഷയമാണ് ഡിസേൺമെൻറ്റ്. തുടർന്ന് എനിക്കുണ്ടായ ആക്സിഡൻറ്റിനെക്കുറിച്ച് എഴുതി. ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഈശോയും മാതാവും എന്നെ കൈപിടിച്ചുയർത്തി പാപ്പയെന്ന് പറഞ്ഞു. പിന്നെ റെക്ടറേഷൻ എന്നെ 150 പേരിൽ നിന്ന് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് പാപ്പയെ കാണാനും പാപ്പയുടെ അനുഗ്രഹം മേടിക്കുവാനും സാധിച്ചത്. പാപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എഴുതി. പിറ്റേ ദിവസം യാദൃശ്ചികമായിട്ട് പാപ്പയെ അടുത്ത് കാണാൻ സാധിച്ചു. ചുറ്റും കർദ്ദിനാൾമാരും മെത്രാന്മാരും ഉണ്ട്. കണ്ടപ്പോൾ തന്നെ പാപ്പയോട് ഞാൻ പറഞ്ഞു, പാപ്പേ, ഞാൻ ജനിച്ചതും അച്ഛനായതും മാതാവിൻ്റെ ദിവസമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പാപ്പയ്ക്ക് ഒത്തിരി സന്തോഷമായി. അപ്പോൾ തന്നെ ഞാൻ തുടർന്ന് പറഞ്ഞു, പാപ്പയെ 3 വർഷം മുമ്പ് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ജീവിക്കുമോ മരിക്കുമോ എന്ന് ഡോക്ടർമാർക്ക് പോലും പറയാനായിട്ട് പറ്റുമായിരുന്നില്ല. പക്ഷേ ഈശോയും മാതാവും എന്നെ കൈപിടിച്ച് ഉയർത്തി. അത് കേട്ടപ്പോൾ പാപ്പ പറഞ്ഞ വചനം ഇതാണ്: മോനെ ജോസി, ഈശോയും മാതാവും നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണു നിറഞ്ഞു. പാപ്പയോട് ഗ്രാസിയമീലെ 1000 നന്ദി എന്ന് പാപ്പയോട് ഞാൻ പറഞ്ഞു. പാപ്പയുടെ അനുഗ്രഹം മേടിച്ച് ഞാൻ പോയി. 1 മാസം കഴിഞ്ഞ് നവംബർ 21-ാം തീയതി മാതാവിൻ്റെ സമർപ്പണ തിരുനാളിന് എനിക്കൊരു കത്ത് വരികയാണ് വത്തിക്കാനിൽ നിന്ന്. ആകാംക്ഷയോട് തുറന്നു നോക്കിയപ്പോൾ പാപ്പ എഴുതിയ കത്താണ്. അതിലിപ്രകാരമാണ് എഴുതിയിരുന്നത്: മോനെ, നിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവം എൻ്റെ ജീവിതത്തെ ഒത്തിരിയേറെ സ്പർശിച്ചു. ഈശോയുടെ അനുഗ്രഹം നിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നീ ഇപ്പോൾ ആയിരിക്കുന്നത് പോലെ ഈശോയെപ്പോലെ ജനങ്ങളുടെ കൂടെ എപ്പോഴും ആയിരിക്കുക. എൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെയും നിൻ്റെ പ്രിയപ്പെട്ടവരുടെ കൂടെയും എപ്പോഴും ഉണ്ടായിരിക്കണം. നല്ലൊരു മകനായി, വിശുദ്ധിയുള്ള വൈദികനായി ജീവിക്കുക. എനിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പാപ്പ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന യൗസേപ്പ് പിതാവിൻ്റെ ഒരു കാർഡും കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ഒരു കാർഡും പാപ്പയുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. റെക്ടേഴ്സിനെ കാണിച്ചപ്പോൾ റെക്ടേഴ്സൻ പറഞ്ഞു, ഇത് പാപ്പ തന്നെ നിനക്ക് തന്നതാണ്, ഫ്രെയിം ചെയ്ത് അത് വെക്കണം. ഇപ്പോഴും പാപ്പയുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ വചനങ്ങളും പാപ്പ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കാർഡുകളുമൊക്കെ ഒരു നിധി പോലെ ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. വിശുദ്ധിയുള്ള ഫ്രാൻസിസ് പാപ്പ എപ്പോഴും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സ്വർഗത്തിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും.